അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. ഇന്ന് കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. എല്ലാ ദിവസവും ഞാൻ പറയുന്നത് ഈ വചനഭാഗം നമ്മൾ വായിക്കാം. എന്തിനാന്ന് ചോദിച്ചാൽ ഇന്ന് അനേകര് ഇങ്ങനെ പെട്ടുകിടക്കുന്ന ഒരു ജീവിത വിപത്താണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ജീവിതത്തിലും ആത്മീയ വളർച്ചയിലും ദൈവസ്നേഹത്തിലും ദൈവകാരുണ്യത്തിലൊക്കെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് കുറ്റബോധം എന്ന് പറയുന്ന വിപത്ത്. എന്നെ ശ്രമിക്കുന്ന ചിലപ്പോ ഒത്തിരി മക്കള് കുറ്റബോധത്തിൽ അകപ്പെട്ട് കിടക്കുന്നവരുണ്ടാകാം. ഇന്നലകളിൽ ചെയ്ത പാപങ്ങള്, ഇന്നലകളിൽ കടന്നുപോയ വഴികള്, ഇന്നലകളിൽ അനുഭവിക്കേണ്ടി വന്ന ജീവിതത്തിന്റെ അവസ്ഥകള്, അതിലൊക്കെ ഇങ്ങനെ അകപ്പെട്ടിട്ട് ഇന്നിങ്ങനെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കുറ്റബോധം എന്ന് പറയുന്നത് സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ജീവിതം മാറാം. ഇവിടെ ഈ കുറ്റബോധമെന്ന പിശാചിന്റെ വലിയ കെണിയുണ്ടല്ലോ, ഇത് അനേകരുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം ആവശ്യമുള്ള ഒരു വിഷയമാണ്. അതിനെന്ത് ചെയ്യണമെന്നുള്ളതാണ് ഇന്ന് ഞാൻ വായിച്ച വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. വചനം പറയുന്നത് കർത്താവ് പത്രോസിന്റെ കണ്ണുകളിലേക്ക് നോക്കി, അവനെ നോക്കി. കർത്താവ് തീർച്ചയായിട്ടും പത്രോസും കർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കിയാണ്. ആ ഒരു നോട്ടം ഉണ്ടല്ലോ, അവിടെയാണ് സ്നേഹത്തിന്റെ ഒരു ഈ പറയല്ലേ ഒരു പങ്കുവെക്കൽ നടക്കുന്നത്. നമുക്ക് ഈ ഒത്തിരി സംസാരിക്കൊന്നും വേണ്ട. നമുക്കറിയാം സ്നേഹം ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു പരിധി വരെ ഒരുവിന്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ മതി. ഒരുവിന്റെ കണ്ണുകളില് ഇങ്ങനെ വിരിയുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അല്ലെ. ഒരുവന്റെ ഭാവം, അവന്റെ ഭാവം മനസ്സിലാക്കുന്ന കണ്ണുകളിലൂടെയാണ്. അപ്പൊ ഒരു കള്ളത്തരം കാണിച്ചാൽ നമുക്ക് കണ്ണുകളിൽ നോക്കാൻ പറ്റില്ല. ഉൽപ്പത്തി പുസ്തകം അതിന്റെ ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവുമായി നിരന്തരം മുഖത്തോട് മുഖം നോക്കി തോളത്ത് കൈയിട്ട് നടന്ന ഒരു ആത്മീയ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അതുപോലെ അഭേദ്യമായ ഒരു ഐക്യമുണ്ടായിരുന്ന ആദ്യ മാതാപിതാക്കള് പാപം ചെയ്തപ്പോ അവര് ചെയ്തെന്നാന്നറിയോ? അവര് കർത്താവിന്റെ കൺവെട്ടത്ത് നിന്ന് മാറി നിന്നു, ഒളിച്ചിരുന്നു. കർത്താവിനെ നോക്കാൻ അവർക്ക് ഭയമായി. പാപം നമ്മളിൽ ജനിപ്പിക്കുന്ന ഒരു ഭയമുണ്ട്. ആ ഭയം എന്താണെന്നറിയാവോ? ആ ഭയം ദൈവത്തെ നോക്കാനുള്ള ഭയമാണ്. ദൈവത്തെങ്കിലേക്ക് അടുക്കാനുള്ള ഒരു ഭയം പാപം നമ്മളിൽ ജനിപ്പിക്കും. അതുകൊണ്ടാണ് അനേകര് കുമ്പസാരിക്കാൻ വിസമ്മതിക്കുന്നത്, വചനം കേൾക്കാൻ വിസമ്മതിക്കുന്നത്, പ്രാർത്ഥിക്കാൻ വിസമ്മതിക്കുന്നത്, വിശുദ്ധ കുർബാനയ്ക്ക് വിസമ്മതിക്കുന്നതിനൊക്കെ കാരണം എന്നറിയാമോ? അവരിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ വിത്തുകള് എന്ത് ചെയ്യും? ദൈവത്തെങ്കിലേക്ക് അടുക്കാൻ അവരെ വിസമ്മതിപ്പിക്കും. കർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കി എന്ത് സംഭവിക്കും അറിയാവോ? പത്രോസിന് സംഭവിച്ചത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കും. ഇവിടെ യൂദാസിന് സംഭവിച്ചെന്നാ? യൂദാസിന് സംഭവിച്ചത്, യൂദാസ് ചെയ്തു, കർത്താവിന് ഒറ്റിക്കൊടുത്തു. പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞു. രണ്ടുപേരും ചെയ്തത് സമാനമായ കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ യൂദാസ് ഒറ്റിക്കൊടുത്തിട്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാനോ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി തന്റെ കുറ്റബോധത്തിൽ നിന്നും പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ അവൻ തന്റെ ആത്മനാശത്തില് തന്റെ ജീവിതത്തെ എത്തിക്കുക.